നമസ്കാരം, ഞാൻ കിരണ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. താക്കീതിൽ ഒതുക്കി. അച്ചടക്ക ലംഘനത്തിൽ VS-നെ താക്കീത് ചെയ്ത് CPM കേന്ദ്ര കമ്മിറ്റി. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം നിരാകരിച്ച് പ്രത്യേക ക്ഷണിതാവായി സംസ്ഥാന സമിതിയിൽ തുടരാൻ നിർദ്ദേശം. കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന സംസ്ഥാന ഘടകത്തിന്റെ ആവശ്യവും തള്ളി. VS-നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താത്തത് പ്രായാധിക്യവും ചട്ടങ്ങളും പരിഗണിച്ച്. തലമുറകളുടെ ആവേശമായ VS മറ്റുള്ളവർക്ക് വഴികാട്ടിയായി ഒപ്പമുണ്ടാകുമെന്ന് സീതാറാം യെച്ചൂരി. മുതിർന്ന നേതാവെന്ന നിലയിൽ പാർട്ടി അച്ചടക്കം അദ്ദേഹം പാലിക്കണമെന്നും CPM ജനറൽ സെക്രട്ടറി. കേന്ദ്ര തീരുമാനത്തിൽ സംതൃപ്തിയെന്നും താക്കീത് പാർട്ടി നടപടികളുടെ ഭാഗമെന്നും VS. ബന്ധു നിയമന വിവാദത്തിൽ EP ജയരാജനും PK ശ്രീമതിക്കുമെതിരെ നടപടിയില്ല. എന്നാൽ ഇരുവരുടെയും പ്രവൃത്തി പാർട്ടി രീതിക്ക് യോജിച്ചതല്ലെന്ന് സീതാറാം യെച്ചൂരി. നടപടി ഒഴിവാക്കിയതിന് പിന്നിൽ ജയരാജൻ വിജിലൻസ് അന്വേഷണം നേരിടുന്നതിൽ. വിഷയം അടുത്ത കേന്ദ്ര കമ്മിറ്റിയിൽ ചർച്ച ചെയ്യുമെന്നും വിശദീകരണം. പരാജയപ്പെട്ട പരിഷ്കരണം. നോട്ട് നിരോധനത്തിൽ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി CPM കേന്ദ്ര കമ്മിറ്റി. ഒരു ലക്ഷ്യം പോലും കാണാതെ നോട്ട് നിരോധനം വമ്പൻ പരാജയമെന്ന് സീതാറാം യെച്ചൂരി. ഡിജിറ്റൽ ഇടപാടുകൾ സാധാരണക്കാരുടെ മേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കും. സഹകരണ ബാങ്കുകൾക്ക് മേലുള്ള നിയന്ത്രണം നീക്കണമെന്നും CPM ജനറൽ സെക്രട്ടറി. TB യോഗത്തിനു ശേഷം 3 ദിവസം നീണ്ടുനിന്ന കേന്ദ്ര കമ്മിറ്റിയിൽ സംഘടനാ വിഷയങ്ങൾക്ക് നീക്കിവച്ചത് ചുരുങ്ങിയ സമയം മാത്രം. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ രാഷ്ട്രീയ സാഹചര്യം വിലയിരുത്തിയ CCയിൽ കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഒറ്റക്കെട്ടായി പ്രക്ഷോഭം നയിക്കാനും ധാരണ. മാറാതെ മുലായം. ഉത്തർപ്രദേശ് സമാജ്വാദി പാർട്ടിയിൽ വീണ്ടും പോര് കടുപ്പിച്ച് മുലായം. പാർട്ടി അധ്യക്ഷൻ താൻ തന്നെയെന്നും അഖിലേഷ് മുഖ്യമന്ത്രി മാത്രമെന്നും മുലായം സിംഗ് യാദവ്. പാർട്ടിയുടെ ദേശീയ സമ്മേളനം വിളിക്കാൻ ശിവ്പാൽ യാദവിന് അധികാരമില്ലെന്നും വിമർശനം. അതിനിടെ പാർട്ടി സ്ഥാനങ്ങൾ രാജിവെക്കാൻ സന്നദ്ധത അറിയിച്ച് ശിവ്പാലും അമർ സിംഗും. അതേസമയം പാർട്ടി ചിഹ്നം ലഭിക്കാൻ അഖിലേഷ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ സത്യവാങ്മൂലം വ്യാജമെന്ന മുലായം പക്ഷം. ഭൂരിപക്ഷ MLA-മാരും തങ്ങൾക്കൊപ്പമെന്ന് തെളിയിക്കുന്ന ഒപ്പുകൾ കൃത്രിമമെന്നും ആരോപണം. സൈക്കിൾ ചിഹ്നത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിലപാട് കടുപ്പിച്ച അഖിലേഷും. അവധിയിലെത്തിയ അമർഷം. വിജിലൻസ് ഡയറക്ടർ വേട്ടയാടുന്നു എന്ന പരാതിയിൽ സർക്കാർ നിലപാട് തേടി IAS ഉദ്യോഗസ്ഥർ. പ്രതിഷേധം അറിയിക്കാൻ നാളെ മുഖ്യമന്ത്രിയുമായി ഉദ്യോഗസ്ഥ സംഘത്തിന്റെ കൂടിക്കാഴ്ച. ജേക്കബ് തോമസിനെതിരായ പരാതികളിൽ സർക്കാർ മൗനം പാലിക്കുന്നുവെന്ന ആരോപണം. ഉചിതമായ നടപടി ഉണ്ടാകും വരെ കൂട്ടവധിക്കും ഒരുക്കം. അസാധാരണ തീരുമാനം. EP ജയരാജനുമായി ബന്ധപ്പെട്ട ബന്ധു നിയമന കേസിൽ അഡീഷണൽ ചീഫ് സെക്രട്ടറി പോൾ ആന്റണിയെ പ്രതിയാക്കി വിജിലൻസ് കേസ് എടുത്തതിനെ തുടർന്ന് ഇടതു സർക്കാരിന്റെ തണലിൽ ജേക്കബ് തോമസ് നിയമലംഘനം നടത്തുന്നതായും വിമർശിക്കുന്ന ഉദ്യോഗസ്ഥരെ കേസിൽ കുടുക്കി വേട്ടയാടുന്നതായും ആക്ഷേപം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2670 രൂപ, പവൻ 21,360 രൂപ, വെള്ളി ഗ്രാമിന് 40 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. പുതിയ വാർത്തകളുമായി 1 മണിക്കൂറിന് ശേഷം വീണ്ടും കാണാം. നമസ്കാരം.